ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ UPSC പരീക്ഷ കഴിഞ്ഞു അല്ലേ? B.Ed കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷയായിരുന്നു UPSC. അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി. ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. കുറച്ച് പേർക്ക് ഇനി LP ഉണ്ട്, എന്നാലും കുറച്ച് പേര് പരീക്ഷ എല്ലാം കഴിഞ്ഞ് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഇനി എന്താണ് അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ എന്താണ്? നമ്മുടെ HSA തന്നെയാണ് അല്ലേ? രണ്ട് വലിയ അവസരങ്ങളാണ് B.Ed കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഒന്ന് HSA, രണ്ടാമത്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവാം. അതോടൊപ്പം തന്നെ ഈ പരീക്ഷകളുടെ റെലവൻസ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ HSA പോലൊരു എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, PG നിർബന്ധമില്ലാത്തൊരു പരീക്ഷയാണ് അല്ലേ? ഡിഗ്രിയും അതോടൊപ്പം കേറ്റഡ് കാറ്റഗറി 3യും മതി നമുക്ക് എന്ത് വേണം, നമ്മൾക്ക് ഈ ഒരു HSA എക്സാമിലേക്ക് ട്രൈ ചെയ്യാൻ. B.Edഉം ഡിഗ്രിയും അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 ക്വാളിഫൈഡ് ആയിരിക്കണം. സെറ്റോ നെറ്റോ ഉണ്ടെങ്കിൽ K3 നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ HSAയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഹയർ ലെവൽ ക്വാളിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ HSSC എക്സാംസിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് PG വേണ്ടേ? അപ്പോൾ ആദ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ലെവലിൽ നടക്കുന്ന ഏറ്റവും നല്ല 2 പരീക്ഷകളിലൊന്നാണ് നമ്മുടെ HSA പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കും, UPSC പോലെയാണോ HSA? നിയമനങ്ങൾ വളരെ കുറവല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഒരു ഉദാഹരണം പറയാനുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയാനുള്ളത് നമ്മുടെ HSA ഫിസിക്കൽ സയൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, HSA ഫിസിക്കൽ സയൻസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടില്ലാത്തൊരു പരീക്ഷയാണ്. എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് പോലും HSA ഫിസിക്കൽ സയൻസ് റാങ്ക് ലിസ്റ്റിൽ ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും എല്ലാ ജില്ലകളും നോക്കുവാണെങ്കിൽ 800-ലധികം അപ്പോയിൻമെൻറ്റ്സ് നടന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ HSAക്ക് സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, പ്രത്യേകിച്ച് HSA ഫിസിക്കൽ സയൻസിന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അത് വിളിച്ചിട്ടില്ല, ഇപ്രാവശ്യം വിളിക്കാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെയും കൂടി വേക്കൻസീസ് അവിടെയുണ്ട്. അതേപോലെ തന്നെ ഓരോ സബ്ജക്ട്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. HSA എന്ന് പറയുന്ന എക്സാം തീർച്ചയായിട്ടും അത് സിലബസ് ചേഞ്ച് കഴിഞ്ഞ പ്രാവശ്യം വരാത്ത ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നല്ല നിലവാരത്തിൽ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ HSA എക്സാം പ്രതീക്ഷിക്കാം. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം HSA എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെന്റ് സ്റ്റഡി. പ്രത്യേകിച്ച് ഇവിടെ മലയാളത്തിലാണ് ടേംസ് വരുന്നത് അല്ലേ? മലയാളത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. UPSC പോലെ തന്നെ മലയാളത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്താണ്, ഈ ഒരു മലയാളം ടേംസ് നല്ലോണം കുട്ടികളെ കുഴപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. ഫിസിക്കൽ സയൻസ് ആയാലും നാച്ചുറൽ സയൻസിലൊക്കെ എത്രയോ ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ HSA ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഏത് HSA പരീക്ഷ ആയിക്കോട്ടെ, ടുവേർഡ്സ് ദി എൻഡ് പഠിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ലാംഗ്വേജസിൻ്റെ കേസ് നോക്കുവാണെങ്കിലോ നമുക്കറിയാം, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അവിടെ നല്ല ഡെപ്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതെല്ലാം ലാസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അബദ്ധമാവും. നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് സമാധാനത്തോടു കൂടി ശാന്തമായിട്ട് നമുക്ക് പഠിക്കാം. HSAയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും? ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2023-ലാണ് HSAയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2026 റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24, അതായത് ഈ വർഷം എൻഡോട് കൂടി നോട്ടിഫിക്കേഷനും 25-ലെങ്കിലും എക്സാം നടക്കുകയും ചെയ്താൽ മാത്രമേ 26 നമുക്ക് റാങ്ക് ലിസ്റ്റ് HSAയുടെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ HSAയുടെ നോട്ടിഫിക്കേഷൻ ഈ 2024 എൻഡോട് കൂടി, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LPSA UPSA വന്നല്ലോ, അതേപോലെ തന്നെ നമുക്ക് HSAയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടു കൂടി പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കേറ്റഡ് കാറ്റഗറി 3 ക്ലിയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് സെറ്റോ നെറ്റോ ഇല്ല എങ്കിൽ കേറ്റഡ് കാറ്റഗറി 3 ആദ്യം തന്നെ ക്ലിയർ ചെയ്യുക. കേറ്റഡ് കാറ്റഗറി 3 ഉള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ HSA പഠനം ഇപ്പോഴേ ആരംഭിക്കുക. നല്ല പ്രൊഫൈലുള്ള ഏറ്റവും നല്ല ജോലികളിൽ ഒന്നാണ് അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ ഒരുപാട് അവസരങ്ങളുള്ള ജോലിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള PSCയുടെ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പോൾ ഇവിടെയും ഡിഗ്രി മാത്രമാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തയ്യാറെടുത്ത് തുടങ്ങിയിട്ടൊരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് തീർച്ചയായിട്ടും അധ്യാപകരാവാനുള്ള ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ HSA അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്കൊപ്പം കൊണ്ടുപോകാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ HSA പുതിയ ബാച്ചസ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. HSA ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് എന്നീ വിഷയങ്ങൾക്കാണ് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ HSA റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹിന്ദി, നാച്ചുറൽ സയൻസ് തുടങ്ങിയ ഇംഗ്ലീഷ് ഒരുപാട് വിഷയങ്ങളിൽ ആദ്യത്തെ റാങ്കുകൾ തന്നെ, ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് മുതൽ CCക്ക് തന്നെയാണ്. മലയാളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 85-ലധികം റാങ്ക് CCക്കാണ്.
അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇപ്രാവശ്യവും CC ആവർത്തിക്കും. CCയുടെ പുതിയ ബാച്ചിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകരെ അണിനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ HSA ബാച്ചിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു എക്സാം ആണ്. നമ്മുടെ പുതിയ ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.